ബാക്ക് ടു ആർക്കെ ക്ലാസ്സസ്. മക്കളെ, കീം 2025 എൻട്രൻസ് എക്സാം എഴുതി ക്വാളിഫൈ ചെയ്ത വിദ്യാർത്ഥികൾക്കൊരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ഉണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. കീം റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് ചാനൽ തന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ +2ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റുകളുടെ മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇനി കെമിസ്ട്രി പഠിക്കാത്തവർക്ക് ബയോടെക്നോളജി, ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മതി. 2/6/2025 വൈകിട്ട് 3 മണി വരെയാണ് അപ്ലോഡ് ചെയ്യാനുള്ള സമയം. ce.kerala.gov.in എന്ന സൈറ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ചോദിക്കും. ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങളൊരു ഹോം പേജിലേക്ക് എത്തും. ആ ഹോം പേജിൽ നിങ്ങൾക്ക് കാണാം മാർക്ക് സബ്മിറ്റ് ഫോർ എഞ്ചിനീയറിംഗ്, മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്ന് കാണാം. ഈ മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഹയർ സെക്കൻഡറി ബോർഡ്, നിങ്ങൾ എക്സാം എഴുതിയ ബോർഡ് ഏതാണ്, കേരള ഹയർ സെക്കൻഡറി ബോർഡാണോ, ഏത് ബോർഡ്, CBSE ബോർഡാണോ, ICSE ആണോ, ഏതാണെന്ന് ചോദിക്കുക. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എക്സാം എഴുതിയ ഇയർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് ലിസ്റ്റ് എന്ത് ചെയ്യുക, കാണാം, ഡിസ്പ്ലേ ചെയ്യും. മാർക്ക് ലിസ്റ്റ് കാണും. എല്ലാവർക്കും മാർക്ക് ലിസ്റ്റ് കാണണമെന്നില്ല. മാർക്ക് ലിസ്റ്റ് കാണുന്നവർ, ഇങ്ങനെ മാർക്ക് ലിസ്റ്റ് കാണുന്നവർ നിങ്ങളെ മാർക്ക് ലിസ്റ്റ്, നിങ്ങളെ കയ്യിലുള്ള മാർക്ക് ലിസ്റ്റ് ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കുക. ഇനി ചേഞ്ച് ഇല്ല എങ്കിൽ സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നാണ്, സബ്മിറ്റ് മാർക്ക് ഡാറ്റ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾക്ക് മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അവിടെ ഉണ്ട്. അത് ഓക്കെ ആണ്, നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ മാർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ മക്കളെ, വെബ്സൈറ്റിൽ കാണുന്ന മാർക്കും നിങ്ങളെ കയ്യിലുള്ള മാർക്കും ഡിഫറെൻറ്റ്, നിങ്ങൾക്ക് കിട്ടിയ മാർക്കും ഡിഫറെൻ്റ് ആണെങ്കിൽ മക്കളെ അവിടെ ചേഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ യഥാർത്ഥ മാർക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മാർക്ക് സബ്മിറ്റ് ചെയ്യുക, ഒരു ഓപ്ഷൻ. ഇനി നിങ്ങളെ ബോർഡ് ഓഫ് എക്സാമിനേഷൻ അടിച്ചു, ഇയർ ഓഫ് പാസിംഗ് അടിച്ചു, രജിസ്റ്റർ നമ്പർ അടിച്ചു, ഒന്നും വരുന്നില്ല, മാർക്ക് ലിസ്റ്റ് ഒന്നും വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ മാർക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മാർക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്യുക, മാർക്ക് തെറ്റിപ്പോകരുത്. കാരണം ഈ മാർക്ക് ലിസ്റ്റ് വെച്ചിട്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് മാർക്ക് ലിസ്റ്റ് എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, മാർക്ക് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 മാർക്ക് ലിസ്റ്റ്, അതായത് എൻട്രൻസിൻ്റെ മാർക്കും നിങ്ങളുടെ ബോർഡ് എക്സാമിന് കിട്ടിയ മാർക്കും ഒരുപോലെ കൺസിഡർ ചെയ്തിട്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്ന ഉടനെ തന്നെ നമ്മൾ അറിയിക്കും. നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. മക്കൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒറ്റ കാര്യം കൂടി മക്കൾ ശ്രദ്ധിക്കുക, മാർക്ക് സബ്മിഷൻ കഴിഞ്ഞതിന് ശേഷം കൺഫർമേഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യണം. നിങ്ങൾക്ക് അവിടെ നിന്ന് കൺഫർമേഷൻ മാർക്ക് സബ്മിറ്റ് ചെയ്ത് കൺഫർമേഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യുക. അത് നിങ്ങൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം.